என்ட்ரி இல்ல எல்லாமே சூப்பரா இருக்கு. நல்லா இருக்குது. சூப்பரா இருக்கு. படம் நல்லா കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് രജനീകാന്ത് നായകനായിട്ടെത്തിയ ലോകേഷ് കനകരാജ് അണിയിച്ചിരിക്കുക കൂലി എന്ന് പറയുന്ന ചിത്രം ഇതാ തിയേറ്ററോട്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കുന്ന ചിത്രം ആദ്യം തന്നെ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കിയെന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലോകേഷ് കനകരാജിൻ്റെ ഡയറക്ഷനിൽ രജനീകാന്ത് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ചിത്രമായിരുന്നു കൂലി എന്ന് പറയുന്ന സിനിമ. തമിഴിലെയും തെലുങ്കിലെയും ഹിന്ദിയിലെയും കന്നഡയിലെയും മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു എന്ന് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു പവർഫുൾ മാസ് എൻ്റർടൈനർ എന്നാണ് ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരെല്ലാം തന്നെ ചിത്രത്തിനെ വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ വീണ്ടും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. റിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു കൂലി എന്ന് പറയുന്ന സിനിമ. റിയോയേക്കാൾ ഒരു പടി മുകളിലാണ് കൂലി എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിന് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 1000 കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യ തമിഴ് ചിത്രമായിട്ട് കൂലി എന്ന് പറയുന്ന സിനിമ മാറുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മലയാളത്തിൽ നിന്ന് സൗബിനും അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്ന് നാഗാർജുന, കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര, ഹിന്ദിയിൽ നിന്ന് അമീർ ഖാൻ തുടങ്ങി വമ്പൻ താരനിരയിലെത്തുന്ന ചിത്രത്തിൽ നായികയായിട്ടെത്തുന്നത് ശ്രുതി ഹാസനാണ്. അതോടൊപ്പം തന്നെ തമിഴിലെ പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങും ഗംഭീര അഭിപ്രായങ്ങൾ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത്. എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം തന്നെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കൂലി എന്ന് പറയുന്ന തമിഴ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ അപ്ഡേറ്റുകളും സിനിമ റിവ്യൂകളും ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.